ഹിമാലയത്തിന്റെ അതിശൈത്യമുള്ള മലനിരകൾ, സമുദ്രനിരപ്പിൽ നിന്നും ആയിരക്കണക്കിന് അടി ഉയരത്തിൽ, -ഡിഗ്രി തണുപ്പിൽ രാജ്യാതിർത്തി കാക്കുന്ന ഇന്ത്യൻ സൈനികർ. ഒറ്റനോട്ടത്തിൽ ശാന്തമെന്ന് തോന്നുമെങ്കിലും ഏത് നിമിഷവും യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്താവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യയും ചൈനയും, ഏഷ്യയിലെ രണ്ട് മഹാശക്തികൾ. ലോക ജനസംഖ്യയുടെ 1/3 ജീവിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലാണ്. പക്ഷേ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി ഈ രണ്ട് അയൽക്കാർ തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ ഇന്നും ഒരു പരിഹാരവുമില്ലാതെ തുടരുകയാണ്. 1962 ചരിത്ര പ്രസിദ്ധമായ യുദ്ധവും, അരുണാചലിലും ലഡാക്കിലും ചൈന നടത്തിയ അധിനിവേശങ്ങളും, നാഥുല പാസിലെ സംഘർഷങ്ങളും, ഒടുവിൽ 2020 രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഗൽവാൻ താഴ്വരയിലെ ചോരക്കണികളും. എന്തുകൊണ്ടാണ് ഹിമാലയത്തിലെ ഈ അതിർത്തി രേഖകൾ ഇത്രയധികം തർക്കങ്ങൾക്ക് കാരണമാകുന്നത്? എന്താണ് ഈ രണ്ട് മഹാരാജ്യങ്ങൾ തമ്മിൽ പതിറ്റാണ്ടുകളായി കൊമ്പ് കോർക്കാൻ കാരണം? അതിന് ചരിത്രം വിശദമായി ഒന്ന് ചികയേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം വെറും ഒരു മൺതിട്ടയ്ക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഏഷ്യയിലെ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ ആധിപത്യത്തിന്റെ കഥയാണത്. 1962 യുദ്ധം മുതൽ 2020 ഗൽവാൻ താഴ്വരയിലെ സംഘർഷം വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഹിമാലയൻ അതിർത്തികൾ എത്രത്തോളം സങ്കീർണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതാണ്ട് 3488 കിലോമീറ്റർ നീളമുള്ള വ്യക്തമായി നിർണയിക്കപ്പെടാത്ത ഈ അതിർത്തി രേഖയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ എരിയുന്ന തീക്കനൽ. ഈ തർക്കത്തിന്റെ വേരുകൾ കിടക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള അതിർത്തി നിശ്ചയിക്കാൻ 1914 ഹെൻറി മക്മോഹന്റെ നേതൃത്വത്തിൽ ഒരു രേഖ തയ്യാറാക്കി. ഇതാണ് മക്മോഹൻ രേഖ. കിഴക്കൻ മേഖലയിലെ അതിർത്തിയായി ഇന്ത്യ ഇതിനെ അംഗീകരിച്ചപ്പോൾ ചൈന ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അന്ന് ഒപ്പുവെച്ച ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമല്ലെന്നും അതിനാൽ അവർക്ക് അതിർത്തി കരാറിൽ ഒപ്പിടാൻ അവകാശമില്ലെന്നുമായിരുന്നു ചൈനയുടെ വാദം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഈ അതിർത്തികൾ നിലനിർത്തിയപ്പോൾ ചൈന അത് തങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെടാൻ തുടങ്ങി. 1950കളിൽ ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യ ചൈനയെ കെട്ടിപ്പിടിച്ചെങ്കിലും ഉള്ളിൽ ചൈന മറ്റൊരു നീക്കം നടത്തുകയായിരുന്നു. ലഡാക്കിന്റെ ഭാഗമായ അക്സായ് ചിൻ പ്രദേശത്തുകൂടി ചൈന രഹസ്യമായി ഒരു വലിയ ഹൈവേ നിർമ്മിച്ചു. സിൻജിയാങ്ങിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതായിരുന്നു ഈ റോഡ്. 1957 ചൈനീസ് മാപ്പുകളിൽ ഈ റോഡ് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഇന്ത്യ ചതി മനസ്സിലാക്കിയത്. ഇതേ സമയം തന്നെ ടിബറ്റിലെ ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടിയത് ചൈനയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന് ചൈന കുറ്റപ്പെടുത്തി. ഇതിന്റെ തുടർച്ചയായിട്ടാണ് 1962 ഒക്ടോബർ 20 ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നത്. കിഴക്കൻ മേഖലയിലും നേഫ അഥവാ ഇന്നത്തെ അരുണാചൽ പ്രദേശിലും പടിഞ്ഞാറൻ മേഖലയിലും അതായത് ലഡാക്കിലും ഒരേ സമയം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കടുത്ത ശൈത്യത്തിലും ഉയർന്ന മലനിരകളിലും യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ സൈന്യം അന്ന് പൂർണ്ണ സജ്ജമായിരുന്നില്ല. ആയുധങ്ങളുടെ കുറവും തന്ത്രപരമായ വീഴ്ചകളും കാരണം ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. ഒരു മാസത്തോളം നീണ്ട യുദ്ധത്തിനൊടുവിൽ നവംബർ 21 ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അവർ കിഴക്കൻ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും പടിഞ്ഞാറൻ മേഖലയിൽ പിടിച്ചെടുത്ത അക്സായ് ചിൻ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. ഇതോടെയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അഥവാ LAC എന്ന താൽക്കാലിക അതിർത്തി നിലവിൽ വരുന്നത്. 1962 പരാജയത്തിനു ശേഷം ഇന്ത്യ അതിർത്തിയിലെ തങ്ങളുടെ സൈനിക ശേഷി ശക്തമാക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലം 1967 സിക്കിമിലെ നാഥുല, ചോല അതിർത്തികളിൽ കണ്ടു. അവിടെ ചൈനീസ് സൈന്യത്തിന്റെ കടന്നുകയറ്റ ശ്രമങ്ങളെ ഇന്ത്യൻ സൈന്യം ശക്തമായി ചെറുക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വീണ്ടെടുത്തു. പിന്നീട് 1975 തുളുംല എന്ന സ്ഥലത്തുണ്ടായ ഏറ്റുമുട്ടലിലാണ് അതിർത്തിയിൽ അവസാനമായി വെടിയൊച്ച കേൾക്കുന്നത്. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ സമാധാനം നിലനിർത്താൻ പല കരാറുകളിലും ഒപ്പുവെച്ചു. അതിർത്തിയിൽ ആരും തോക്കുകൾ ഉപയോഗിക്കില്ലെന്നായിരുന്നു അതിൽ പ്രധാന കരാർ. എന്നാൽ 2017 ഭൂട്ടാന്റെ അതിർത്തിയായ ഡോക്ലാമിൽ ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷം ഉടലെടുത്തു. ഭൂട്ടാന്റെ സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ സൈന്യം അവിടെ ചൈനയെ തടഞ്ഞു. 73 ദിവസത്തോളം ഇരു സൈന്യങ്ങളും മുഖാമുഖം നിന്നു. ഒടുവിൽ നയതന്ത്ര ചർച്ചകളിലൂടെയാണ് അന്നത്തെ പ്രശ്നം പരിഹരിച്ചത്. ചൈനയുടെ തന്ത്രം സലാമി സ്ലൈഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരൊറ്റ വലിയ യുദ്ധം ചെയ്യാതെ സാവധാനം ചെറിയ ചെറിയ പ്രദേശങ്ങൾ കൈക്കലാക്കി അതിർത്തി മുന്നോട്ട് നീക്കുക എന്നതാണത്. ഈ തന്ത്രത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് 2020 ജൂണിൽ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ കണ്ടത്. LACക്ക് സമീപം ചൈന വൻതോതിൽ സൈന്യത്തെ വിന്യസിക്കുകയും താൽക്കാലിക ഷെഡുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്യാനെത്തിയ ഇന്ത്യൻ സൈനികരെ ചൈനീസ് സൈന്യം ആസൂത്രിതമായി ആക്രമിച്ചു. തോക്കുകൾ ഉപയോഗിക്കില്ലെന്ന കരാർ നിലവിലുള്ളതിനാൽ ആണി തറച്ച ഇരുമ്പ് വടികളും മുള്ളുകമ്പികളും ഉപയോഗിച്ചായിരുന്നു ചൈനയുടെ ആക്രമണം. ഈ വഞ്ചനാപരമായ ഏറ്റുമുട്ടലിൽ കേണൽ സന്തോഷ് ബാബു ഉൾപ്പെടെ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു. ചൈനയുടെ ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അവർ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല.
1975 ശേഷം അതിർത്തിയിൽ ചോരയൊഴുകിയ ആദ്യ സംഭവമായിരുന്നു ഇത്. ഗൽവാൻ സംഭവത്തിന് ശേഷം ഇന്ത്യ ചൈനയോടുള്ള തങ്ങളുടെ നിലപാട് പൂർണ്ണമായി മാറ്റി. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യ അതിവേഗം വികസിപ്പിച്ചു. ചൈനീസ് അതിർത്തിയെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ റോഡുകളും തുരങ്കങ്ങളും പാലങ്ങളും ഇന്ത്യ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു. രാഷ്ട്രീയമായി ആഗോളതലത്തിൽ ചൈനയെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ക്വാഡ് സഖ്യം ഇന്ത്യ ശക്തമാക്കി. സാമ്പത്തികമായി ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ചൈനീസ് ആപ്പുകൾ നിരോധിക്കുകയും ചൈനീസ് നിക്ഷേപങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. ചൈനയുമായുള്ള ബിസിനസ് പതിവ് പോലെ നടക്കണമെങ്കിൽ അതിർത്തിയിൽ സമാധാനം ഉണ്ടാകണമെന്ന കർശന നിലപാടിലാണ് ഇന്ത്യ ഇപ്പോൾ. ഇന്ന് ഹിമാലയൻ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും 10,000-കണക്കിന് സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അത്യാധുനിക മിസൈലുകളും യുദ്ധവിമാനങ്ങളും അതിർത്തിക്ക് കാവലായുണ്ട്. ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കാണാം. ഏഷ്യയിലെ നേതൃത്വ പദവിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ സാമ്പത്തികമായും സൈനികമായും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. എന്നാൽ പഴയ 1962 ഇന്ത്യയല്ല ഇന്നത്തേതെന്നും തങ്ങളുടെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും ഇന്ത്യ കൃത്യമായ സന്ദേശം നൽകിക്കഴിഞ്ഞു. ഹിമാലയത്തിലെ ഈ മഞ്ഞുരുകാൻ നയതന്ത്രപരമായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമായി ഈ അതിർത്തി ഇപ്പോഴും തുടരുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇതൊരു പൂർണ്ണമായ മഹായുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. പുറമെ വലിയ സൈനിക വിന്യാസവും സംഘർഷാവസ്ഥയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശക്തമായ ചില ഘടകങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമതായി ആണവായുധങ്ങളുടെ സാന്നിധ്യമാണ്. ഇന്ത്യയും ചൈനയും ഔദ്യോഗികമായി ആണവായുധങ്ങളുള്ള വൻ ശക്തികളാണ്. ഇത്തരം രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടൊരു യുദ്ധമുണ്ടായാൽ അത് രണ്ടു കൂട്ടരുടെയും പൂർണ്ണമായ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ പരമാവധി പ്രകോപനങ്ങൾ ഉണ്ടായാലും അതിരു കടന്നൊരു യുദ്ധത്തിലേക്ക് നീങ്ങാൻ രണ്ട് ഭാഗത്തെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകില്ല. രണ്ടാമതായി സാമ്പത്തിക പരസ്പരാശ്രയത്വമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാര ബന്ധമുണ്ട്. ഇന്ത്യയിലെ വിപണി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പല അസംസ്കൃത വസ്തുക്കൾക്കും ചൈനയെ ആശ്രയിക്കേണ്ടതുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ രണ്ട് രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ തകരും. ഇത് ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് വരെ കാരണമായേക്കും. യുദ്ധം ചെയ്ത് തകരുന്നതിനേക്കാൾ നല്ലത് സാമ്പത്തിക വളർച്ചയാണെന്ന് ചൈനയ്ക്കും ഇന്ത്യക്കും നന്നായി അറിയാം. മൂന്നാമതായി ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളാണ്. ഹിമാലയൻ മലനിരകളിലെ കഠിനമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കാരണം അവിടെ ഒരു വലിയ യുദ്ധം ജയിക്കുക എന്നത് അസാധ്യമാണ്. 10,000-കണക്കിന് അടി ഉയരമുള്ള മലനിരകളിൽ സൈന്യത്തെ നിലനിർത്തുന്നതും ആയുധങ്ങൾ എത്തിക്കുന്നതും കനത്ത സാമ്പത്തിക ബാധ്യതയും മനുഷ്യനഷ്ടവും ഉണ്ടാക്കുന്ന കാര്യമാണ്. 1962 സാഹചര്യം പോലെ അല്ല ഇന്ന്. ഇന്ത്യ അതിർത്തിയിലെ പ്രതിരോധവും അടിസ്ഥാന സൗകര്യങ്ങളും ചൈനയ്ക്ക് തുല്യമായി വികസിപ്പിച്ചു കഴിഞ്ഞു. അതിനാൽ ഒരു അധിനിവേശം ചൈനയ്ക്ക് എളുപ്പമാകില്ല. നാലാമതായി ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളാണ്. ചൈന ഇന്ത്യയെ ആക്രമിച്ചാൽ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി നിലകൊള്ളും. നിലവിൽ തായ്വാൻ വിഷയം, ദക്ഷിണ ചൈന കടലിലെ തർക്കങ്ങൾ എന്നിവ കാരണം അമേരിക്കയുമായി ചൈന അത്ര നല്ല രസത്തിലല്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഒരു വലിയ യുദ്ധത്തിന് മുതിർന്നാൽ അത് ചൈനയെ ആഗോളതലത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുത്തും. എന്നാൽ ഇതൊരു മഹായുദ്ധമാകില്ലെങ്കിലും LACയിൽ ചെറിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും സൈബർ ആക്രമണങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. അതിർത്തിയിൽ പെട്ടെന്നുണ്ടാകുന്ന തദ്ദേശീയമായ തെറ്റിദ്ധാരണകൾ കാരണം ഗൽവാനിലേതുപോലുള്ള പ്രാദേശിക സംഘർഷങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത മത്സരവും ശീതയുദ്ധവും നിലനിൽക്കുമെങ്കിലും അത് ലോകത്തെ ബാധിക്കുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ വിരളമാണ്. രണ്ട് വശത്തു നിന്നും കടുത്ത ജാഗ്രതയും അതേസമയം തന്നെ നയതന്ത്ര ചർച്ചകളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇന്നും കടന്നുപോകുന്നത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.